hello, good morning. Welcome back to our general awareness class. Okay. അപ്പോൾ LKG കൂട്ടുകാരെ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ജനറൽ അവയർനെസ്സിലെ അനിമൽസിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അനിമൽസിൽ 3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. 3 കാറ്റഗറിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു. വൈൽഡ് അനിമൽസ്, വാട്ടർ അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസ്, അതൊക്കെ പഠിച്ചു. അതിലുള്ള അനിമൽസിന്റെ പേര് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബേർഡ്സ്. ആരാണ്? ബേർഡ്സ് ആണ്. എന്താണ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ? ആർക്കാണ് ബേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുക? പറയൂ. പക്ഷികൾ. അതെ, പക്ഷികളെയാണ് എന്ത് പറയുന്നത്? ബേർഡ് എന്ന് പറയുന്നത്. പക്ഷികൾക്കുള്ള പ്രത്യേകത എന്താണ്? അവർ പറക്കുമല്ലേ? ദേ ക്യാൻ ഫ്ലൈ. അവർക്ക് എന്തിനു കഴിയും? പറക്കാൻ കഴിയും. ഓക്കെ, നമുക്കിനി കൂടുതൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യുന്നതിന് പകരം ചാപ്റ്ററിലോട്ട് പോയി നോക്കാം. പേജ് നമ്പർ 83 എടുക്കൂ എല്ലാവരും. പേജ് നമ്പർ 83. പേജ് നമ്പർ 83 എടുത്തു. കുറെ പേര് മുമ്പേ എടുത്തു വെച്ചിരുന്നു അല്ലെ? ഓക്കെ, നമുക്ക് വായിക്കാം. Birds have wings to fly. Birds have wings to fly. അവർക്ക് എന്തുണ്ട്? വിങ്സ്, ചിറകുകളുണ്ട്. എന്തുണ്ട്? വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകളാണ്. എന്താണ്? ചിറകുകളുണ്ട്. നമുക്കും ചിറകുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമല്ലേ? വിങ്സ് ഉണ്ടെങ്കിൽ നമുക്കും പറക്കാമായിരുന്നു. നമുക്ക് വിങ്സ് ഇല്ല. അതുകൊണ്ട് നമുക്ക് നടക്കാനേ കഴിയും. Birds have wings to fly. Birds make nests in trees and lay eggs. നെസ്റ്റ് ഉണ്ടാക്കുമാര് ബേർഡ്സ്. എന്താണ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ? NEST, നെസ്റ്റ്. കൂട്. നമുക്കൊക്കെ വീടില്ലേ? അതുപോലെ അവരുടെ വീടാണ് നെസ്റ്റ്. നമുക്ക് ഹോമുണ്ട്, അവർക്കും ഹോമുണ്ട്. അവരുടെ ഹോമിനെ നെസ്റ്റ് എന്ന് പറയും. എന്ത് പറയും? നെസ്റ്റ്. NEST, നെസ്റ്റ്. കിളിക്കൂടുകൾ. ഇൻ ട്രീസ്. എവിടെയാണ് ഉണ്ടാക്കുക? ഇൻ ട്രീസ്, മരങ്ങളിലാണ് ഉണ്ടാക്കുക. ഓക്കെ, ആൻഡ് അവരെന്തിനാണ് ഈ കൂടുണ്ടാക്കുന്നത്? ടു ലേ എഗ്സ്. എന്തിനാണ്? എഗ് ലേ ചെയ്യാനാണ്. മുട്ടയിടാനും അത് വിരിയിക്കുവാനുമാണ് അവരെന്ത് ചെയ്യുന്നത്? ലേയിങ് എഗ്സിനായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നെസ്റ്റ് മേക്ക് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് ഓരോ ബേർഡിനെ പരിചയപ്പെട്ടാലോ? ദ ടോപ്പ് വൺ, ഗ്രീൻ കളറിലുള്ള ആ പക്ഷി ആരാണ്? ചുവന്ന ചുണ്ടുകളുള്ള ആ പക്ഷി ആരാണ്? ദാറ്റ് ഈസ് പാരറ്റ്. ആരാണ്? പാരറ്റ് ആണ്. പാരറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? PARROT, പാരറ്റ്. PARROT, പാരറ്റ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തയാണ്. പാരറ്റ് എന്ന് പറഞ്ഞാൽ തത്തയാണ്. ആൻഡ് അടുത്തത് ഇപ്പുറത്ത് നോക്കൂ, ഒരു ചെറിയ പക്ഷിയെ കാണുന്നുണ്ടോ? അതാണ് സ്പാരോ. അതാരാണ്? സ്പാരോ ആണ്. SPARROW, സ്പാരോ. SPARROW, സ്പാരോ. ആൻഡ് ഇടയിൽ കാണുന്ന വൈറ്റ് കളർ ബേർഡ് ആരാണ്? ദാറ്റ് ഈസ് ക്രെയിൻ. ക്രെയിൻ എന്ന് പറഞ്ഞാൽ കൊക്ക്, കൊറ്റി എന്ന് പറയും. ക്രെയിന്റെ സ്പെല്ലിംഗ് എന്താ? CRANE, ക്രെയിൻ. CRANE, ക്രെയിൻ. ആൻഡ് താഴത്ത് വേറൊരു പക്ഷിയെ കാണാമല്ലോ. അതാരാണ്? പീജിയൻ ആണ്. ബ്ലാക്കും ആഷും ഒക്കെ മിക്സ് ആയ ആ പക്ഷിയാണ് ആര്? പീജിയൻ. ആരാണ്? പീജിയൻ ആണ്. ആരാണ്? പീജിയൻ ആണ്. പീജിയന്റെ സ്പെല്ലിംഗ് എന്താ? PIGEON, പീജിയൻ. പീജിയൻ. പ്രാവ്. പ്രാവിനെ അറിയില്ലേ? പ്രാവ് ഒരു മുലയൂട്ടുന്ന സസ്തനി കൂടെയാണ്. അതിനെന്തിനു സാധിക്കും? കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധിക്കും. പക്ഷികളിൽ പാല് കൊടുക്കാൻ സാധിക്കുന്ന പക്ഷി ആരേ ഉള്ളൂ? പീജിയനേ ഉള്ളൂ. ഓക്കെ, അപ്പുറത്ത് നീല നിറത്തിൽ ഒരു നീണ്ട കൊക്കൊക്കെയുള്ള ഒരു പക്ഷിയെ കാണുന്നുണ്ടല്ലോ. ഹു ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് കിങ്ഫിഷർ. കിങ്ഫിഷർ. ആരാണ്? കിങ്ഫിഷർ ആണ്. കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ പൊന്മാൻ. ആരാണ്? പൊന്മാനാണ്. നീല പൊന്മാൻ. ഓക്കെ, ബ്ലൂ കളർ കിങ്ഫിഷർ ആണ് ആ കാണുന്നത്. കിങ്ഫിഷറിന്റെ സ്പെല്ലിംഗ് എന്താണ്? KINGFISHER. KINGFISHER. ഓക്കെ, അടുത്തത് കടുത്ത കാലത്തിൽ അവിടെ ഒരു പക്ഷിയെ കാണാലോ. അതാരാ? ദാറ്റ് ഈസ് കാക്ക. കാക്ക എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ക്രോ. ആരാണ്? ക്രോ ആണ്. ക്രോന്റെ സ്പെല്ലിംഗ് എന്താ? CROW. എന്താണ്? CROW, ക്രോ. ഓക്കെ, ആൻഡ് താഴെ നോക്കൂ. ദ ബ്യൂട്ടിഫുൾ ബേർഡ്. ലോങ് ടൈൽസ് ഒക്കെ ഉള്ള
നീണ്ട വാല്. ആ നീണ്ട വാല് എങ്ങനത്തെയാണ്? ഫെതേഴ്സ് കൊണ്ടുള്ള വാലാണത്. ആ ഫെതേഴ്സിന് എന്താ പ്രത്യേകത? വളരെ ബ്യൂട്ടിഫുൾ ആണ്. സെവറൽ കളേഴ്സ് ഫിൽഡായ, നടുവിലൊരു ടിൻറ്റൊക്കെ ഉള്ള. ടിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് നടുവിൽ കണ്ണ് പോലെ നീല നിറത്തിലൊരു സാധനമില്ലേ, അതാണ് ടിൻറ്റ്. മയിൽപീലിയിൽ കാണുന്ന ടിൻറ്റ്. അതേതാണ്? മയിലാണ്. മയിലിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? പീകോക്ക്. ഇറ്റ്സ് അവർ നാഷണൽ ബേർഡ്. നമ്മുടെ നാഷണൽ ബേർഡ് ആണ് ആര്? പീകോക്ക്. ഓക്കെ, പീകോക്കിന്റെ കളർ എന്താ? ബ്ലൂവും ഗ്രീനും ഒക്കെ ഉണ്ട് അല്ലെ. അതിന് തലയിൽ എന്തുണ്ട്? ഒരു ക്രസ്റ്റ് ഉണ്ട് അല്ലെ, ക്രൗൺ പോലത്തെ ക്രസ്റ്റ് ഉണ്ട്. ആൻഡ് big tail which is filled with lots of feathers, and that is very beautiful. And also there is a tint in the feather. Peacock in the spelling and what is the spelling of peacock? P-E-A-C-O-C-K. P-E-A-C-O-C-K. And the next one is the tall bird which is ostrich. The tall bird, ostrich. നല്ല നീളമുള്ള ആ പക്ഷി അതാരാണ്? ഓസ്ട്രിച്ച് ആണ്. ആരാണ്? ഓസ്ട്രിച്ച് ആണ്. OSTRICH, ഓസ്ട്രിച്ച്. OSTRICH, ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിന് നല്ല വേഗത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഓടാൻ കഴിയും. അത് ഭയങ്കര വലിയൊരു പക്ഷിയാണ്. അതിന്റെ മുട്ട ഉണ്ടല്ലോ, ബിഗ് ആണ്. അതിന്റെ എഗ് ഭയങ്കര ബിഗ് ആണ്. ഓസ്ട്രിച്ച്. OSTRICH, ഓസ്ട്രിച്ച്. ആൻഡ് ഏറ്റവും താഴെ കാണുന്നത് നോക്കൂ, കോക്ക്. നമ്മുടെ പൂവൻകോഴിയാണ് കോക്ക് എന്ന് പറയുന്നത്. അതിനും തലയിൽ ക്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ക്രൗൺ. ആൻഡ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണും അല്ലേ, COCK കോക്ക്. COCK കോക്ക്. COCK കോക്കോടുകൂടെ ബേർഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത പേജില് നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി എന്താണെന്ന് നോക്കൂ. എല്ലാവരും പേജ് നമ്പർ 84 എടുക്കൂ. പേജ് നമ്പർ 84 ഹെൽപ് ദ റാബിറ്റ് ടു റീച്ച് ഹിസ് ബോറോ. അതിന്റെ കൂട്ടിലേക്ക് എത്താൻ, അതിന്റെ മാളത്തിലേക്ക് എത്താൻ അതിനെ സഹായിക്കാമോ? ആരെയാണ് സഹായിക്കേണ്ടത്? റാബിറ്റിനെയാണ്. അപ്പൊ ഇടയിലൊക്കെ കുറെ പുല്ല് കാണാം. പുല്ലുകൾക്കിടയിലൂടെ വഴി കാണാം. ചില വഴിയിൽ കല്ലുകളുണ്ട്, റോക്സ് ഉണ്ട്. ചില വഴിയിലോ ഫുഡ് ഉണ്ട്, ലോഗ് ഉണ്ട്. ആൻഡ് ചില വഴിയിൽ പൂക്കളും പുല്ലുകളും ഉണ്ട്. അപ്പൊ അടഞ്ഞു കിടക്കുന്ന വഴിയിൽ കൂടെ അല്ല, തുറന്നു കിടക്കുന്ന വഴിയിലൂടെ നിങ്ങൾ ആ റാബിറ്റിന്റെ വീട്ടിലെത്തിക്കണം. നിങ്ങൾ ചെയ്യില്ലേ? അത് നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് പതിയെ ശ്രദ്ധിച്ച് വരച്ച് എത്തിക്കണം. തെറ്റിയാൽ മായ്ച്ച് ശരിയായ വഴിയിലൂടെ കൊണ്ടുപോകണം. തെറ്റായ വഴി കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ചെയ്യണം. ബൈ.